ഷിബു മീരാൻ, വിജയരാഘവന്റെ നിലപാടിൽ, അതായത് ലീഗുമായി ബന്ധപ്പെട്ടായാലും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടായാലും വിജയരാഘവന്റെ നിലപാടിൽ മാറ്റമില്ല. കാരണം തുടക്കം മുതൽ വിജയരാഘവൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി കടന്നുകൂടുന്നു എന്ന് ഇപ്പോൾ CPM പറയുന്ന, CPM ഒന്നാകെ എടുത്തു പറയുന്ന കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥിരമായി വിജയരാഘവൻ പറയാറുണ്ടായിരുന്നു. ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുന്നു എന്ന്. അന്ന് CPM അത് ഏറ്റെടുത്തില്ല. പിന്നീട് CPM മുസ്ലിം ലീഗിനെ ക്ഷണിക്കുക പോലും ചെയ്തു മുന്നണിയിലേക്ക്. അതിനുശേഷം ഇപ്പോൾ CPM ആകെ തന്നെ ആ നിലപാടിലേക്ക് എത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം അതൊരു ശരിയല്ലേ? അത് അങ്ങനെയൊരു ആരോപണം നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നില്ലേ? പിടിമുറുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കിടയിൽ തന്നെ ഒരു ചർച്ചയായ വിഷയമല്ലേ? സ്മൃതി, ഞാൻ മറുപടി പറയാം. ഇപ്പോൾ ഇവിടെ ഈ ചർച്ച ചുറ്റിത്തിരിഞ്ഞപ്പോൾ ലീഗ്, SDP, ജമാഅത്ത് ഇസ്ലാം എന്നതിൽ വരികയാണല്ലോ. എൻ്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയരാഘവൻ വയനാട്ടിലെ ഘോഷയാത്രകളെ കുറിച്ച് പറയുമ്പോൾ സമാനമായ രൂപത്തിൽ അമിത്ഷാ 2019 നടത്തിയ പ്രസ്താവന നമ്മുടെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന മട്ടിൽ ഇടതുപക്ഷത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും ശബ്ദം തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം ഒന്നാവുന്നതിന് ഞാൻ ചൂണ്ടിക്കാണിച്ചതിന് ഇവിടെ ഒരു മറുപടിയും വന്നിട്ടില്ല. ചർച്ച ലീഗിലെ ഞാൻ മറുപടി പറയാം. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി എന്നാണല്ലോ സ്മൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ സംഘടനയുടെ ചരിത്രം ഒന്ന് ചുരുക്കി പറയാം. അവർ സ്വതന്ത്ര പൂർവ്വ ഭാരതത്തിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അവർക്കൊരു വിചിത്രമായ നിലപാടുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തകരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഒരു ഘട്ടം വരെ സ്വന്തം പ്രവർത്തകരെ സർക്കാർ ജോലി സ്വീകരിക്കുന്നതിൽ പോലും വിസമ്മതിച്ചവരാണ് അവർ. അടിയന്തരാവസ്ഥയിൽ ഇവർ നിരോധിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഈ രാജ്യത്ത് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ കൈകളിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ മഷി പുരട്ടുന്നത്. അന്ന് അവരെ നിരോധിച്ച കോൺഗ്രസിനെതിരായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെ ആദ്യമായി കൈവിരലിൽ മഷി പുരട്ടിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് കൊടുത്തത് ഇടതുപക്ഷത്തിലാണ്. പിന്നെ കുറെ കാലം ഈ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മൂല്യനിർണ്ണയം നടത്തി. മൂല്യത്തിന്റെ ത്രാസ് മിക്കവാറും കേരളത്തിൽ തൂങ്ങിയത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടായിരുന്നു. 2006 ആ നിലപാടിൽ നിന്ന് മാറി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും അവർ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനും അവർക്കൊരു മറുപടിയുണ്ട്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തെക്കുറിച്ച് ശരിയാണ്, ദേശാഭിമാനിയിൽ മുഖപ്രസംഗം അടക്കം വന്നിട്ടുള്ളതാണ്. പക്ഷേ SDP എന്നൊരു സംഘടന രൂപീകരിച്ച ശേഷം SDP ഏത് രൂപത്തിലാണ് തീവ്ര നിലപാടെടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. SDP-യുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലല്ലോ, ഇതാണ് CPM പറയുന്നത്. SDP-യുടെ പിന്തുണ CPM സ്വീകരിച്ചത് പച്ചക്കള്ളാണ്. SDP പിന്തുണയിൽ CPM ഈ കഴിഞ്ഞ കാലം പിന്നെ സ്മൃതിക്ക് ഓർമ്മയില്ല, ഈ അഭിമന്യു കൊല്ലപ്പെട്ട സമയത്ത് SDP പിന്തുണയിൽ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് പദവി മുഴുവൻ ഞങ്ങൾ രാജിവെക്കും എന്ന് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണ പിന്തുണ വാങ്ങിയപ്പോഴല്ലേ അത് നിരാകരിക്കാൻ പോകേണ്ടി വന്നത്? അഭിമന്യുവിനെ കൊന്നതിന്റെ പിറ്റേ ദിവസമാണോ SDP വർഗീയ സംഘടനയായത്? അല്ലല്ലോ. അവർക്ക് ആദ്യം മുതലേ അത്തരത്തിലുള്ള തീവ്രമായ നിലപാടുണ്ട്. ഇതിനെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ചത്, വിശേഷിച്ച് മലബാറിൽ ഇത്തരം സംഘടനകൾക്ക് മുഴുവൻ ലീഗിനെ തകർക്കാൻ പിന്തുണ കൊടുത്തത് ഇടതുപക്ഷമാണ്. ഇവിടെ ഇപ്പോൾ ഈ പൊതുയോഗം ഒറ്റൊരു വാക്ക് അതുകൂടി പറയാൻ, പൊതുയോഗത്തിലല്ല സ്മൃതി ഈ പ്രസംഗം നടക്കുന്നത്. ഈ പ്രസംഗം നടക്കുന്നത് വയനാട്ടിലെ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സുഹൃത്തിന് പരിചയമില്ല. എനിക്ക് കുറച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം പഴയ പരിചയമുണ്ട്. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനങ്ങൾ നടക്കുക. ആ സമ്മേളനം CPM-ന്റെ നയം, അതിന്റെ പരിപാടി രൂപീകരിക്കുന്ന സമ്മേളനമാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ പ്രസംഗം. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഈ പാർട്ടി കോൺഗ്രസ് പ്രവൃത്തിയായി 3-4 വർഷം CPM കളിക്കാൻ പോകുന്ന കാർഡ് RSSനോട് കടം കൊണ്ട ഈ കാർഡാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യർ വയനാട്ടിൽ വോട്ട് കൊടുത്തവർ 2019 ഇവിടെ ഇരിക്കുന്ന പ്രതിനിധി കോൺഗ്രസിന്റെ കൂടെയാണ്. മാസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ കൂടെയാണ്. അന്നൊന്നും അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ SDP-ക്കാരെ കണ്ടില്ലല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ലേ ഈ നിലപാടിലേക്ക് ഇദ്ദേഹം വന്നത്. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. തരാതരം പോലെ ഇത് മാറും. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയാൽ, SDP-യുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയാൽ അതൊക്കെ നല്ല ഗംഭീര. ജമാഅത്തെ ഇസ്ലാമിയുടെ SDP-യുടെ അല്ല, RSSന്റെ വോട്ട് വാങ്ങിയവരാ ഇവര്. 77 തെരഞ്ഞെടുപ്പ്. ഈ വോട്ടൊക്കെ ഇവർക്ക് കിട്ടിയാൽ സന്തോഷമാണ്, സ്വർഗാണ്. ഇവർക്ക് വോട്ട് ചെയ്യാത്തവർ മുഴുവൻ മുരത്ത വർഗീയവാദികളാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.